തൃശൂർ കോർപ്പറേഷൻ മേയറെ മാറ്റണമെന്നാവശ്യവുമായി സിപിഐ. മേയർ സുരേഷ് ഗോപി ബന്ധത്തിൽ സിപിഐക്ക് അതൃപ്തി. എം.കെ. വർഗീസിനെ ജില്ലാ ആസ്ഥാനത്തേക്ക് വിളിച്ചുവരുത്തി സിപിഎം. ജനപ്രതിനിധികളോട് സംസാരിക്കുന്നതിൽ രാഷ്ട്രീയം കാണരുതെന്ന് മേയർ എം.കെ. വർഗീസ്. വികസനം കൊണ്ടുവരികയെന്നതാണ് മേയർ എന്ന നിലയിൽ ചുമതല. മേയർ സ്ഥാനം രാജിവെക്കേണ്ട സാഹചര്യമില്ലെന്നും എം.കെ. വർഗീസ്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയിലെ വിഭാഗീയത അവസാനിക്കുന്നില്ല. ഡിസിസി ജനറൽ സെക്രട്ടറി സജീവൻ കുര്യച്ചെറിയുടെ വീടിന് നേരെ ആക്രമണം. വീട് ആക്രമിച്ച യഥാർത്ഥ പ്രതികളെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് മുൻ ഡിസിസി പ്രസിഡന്റ് ജോസ് വള്ളൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. ഡിസിസി ഓഫീസിൽ ക്യാമ്പ് ചെയ്തു പോലീസ്. ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നതോടെ മീൻ വില കുതിക്കുന്നു. മത്സ്യലഭ്യത കുറവുണ്ടെന്ന് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ. മത്തിക്ക് വില കിലോവിന് 300 മുതൽ 400 രൂപ വരെ എത്തി. തൃശൂർ കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള സ്റ്റേഡിയം ഗ്രൗണ്ടിനോട് കോർപ്പറേഷന് അവഗണന. തകർന്നു വീണ ചുറ്റുമുതൽ പുനർനിർമ്മിച്ചില്ല. രാത്രിയിൽ സാമൂഹ്യ വിരുദ്ധരുടെ വിഹാര കേന്ദ്രമായ സ്റ്റേഡിയം ഗ്രൗണ്ട്. നമസ്കാരം. വാർത്തകൾ വിശദമായി. മേയർ സുരേഷ് ഗോപി ബന്ധത്തിൽ സിപിഐക്ക് അതൃപ്തി. തെരഞ്ഞെടുപ്പിന് മുമ്പ് സുരേഷ് ഗോപിയെ മേയർ പ്രകീർത്തിച്ചത് തിരിച്ചടിയായെന്ന് സിപിഐ ആരോപിച്ചു. മേയർ സ്ഥാനത്തുനിന്ന് എം.കെ. വർഗീസിനെ മാറ്റണമെന്നാവശ്യമാണ് സിപിഐ മുന്നോട്ട് വയ്ക്കുന്നത്. തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം സുരേഷ് ഗോപിയുമായി മേയർ കൂടിക്കാഴ്ച നടത്തിയതിലും സിപിഐ അതൃപ്തി പ്രകടിപ്പിച്ചു. മേയർ എം.കെ. വർഗീസിനെ ജില്ലാ ആസ്ഥാനത്തേക്ക് വിളിച്ചുവരുത്തി സിപിഎം. മേയർ സുരേഷ് ഗോപി ബന്ധത്തിൽ സിപിഐ അതൃപ്തി അറിയിച്ചതിന് പിന്നാലെയാണ് മേയറെ സിപിഎം വിളിപ്പിച്ചത്. സുരേഷ് ഗോപി വിഷയത്തിൽ മേയറോട് സിപിഎം വിശദീകരണം തേടുകയും ചെയ്തിരുന്നു. എൽ.ഡി.എഫിന്റെ രാഷ്ട്രീയ നിലപാട് ഉയർത്തിപ്പിടിക്കുമെന്നും സുരേഷ് ഗോപിയുടെ പ്രത്യേകമായ ആഭിമുഖ്യം തനിക്കില്ലെന്നും മറിച്ചുള്ള പ്രചാരണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നും തൃശൂർ കോർപ്പറേഷൻ മേയർ എം.കെ. വർഗീസ് പറഞ്ഞു. കോർപ്പറേഷൻ കൗൺസിൽ ഹാളിൽ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിലാണ് മേയർ നിലപാട് വ്യക്തമാക്കിയത്. വികസന പ്രവർത്തനങ്ങളിൽ എല്ലാ രാഷ്ട്രീയ അഭിപ്രായമുള്ളവരെയും തൃശൂരിന് വേണ്ടി ഒന്നിപ്പിക്കുക എന്നതാണ് മേയർ എന്ന നിലയിൽ തൻ്റെ ചുമതല. എം.പി.ആയും എം.എൽ.എയായും ഏതു പാർട്ടിയുടെ പ്രതിനിധി വന്നാലും കോർപ്പറേഷനും ജനങ്ങൾക്കും ഗുണകരമായ പദ്ധതികൾക്ക് വേണ്ടി നിലകൊള്ളുന്നതാണ്. ഇതിനെ രാഷ്ട്രീയമായി വ്യാഖ്യാനിക്കരുത്. മേയർ എന്ന നിലയിൽ വികസനം കൊണ്ടുവരികയെന്നത് തൻ്റെ ചുമതലയാണ്. അതിൽ രാഷ്ട്രീയം കാണുന്നത് ശരിയല്ല. വികസനത്തിൻ്റെ ഭാഗമായി മന്ത്രിയുമായും എം.പിയുമായി സംസാരിക്കേണ്ടി വരും. അത് രാഷ്ട്രീയവൽക്കരിക്കുന്നത് ശരിയല്ലെന്നും മേയർ പറഞ്ഞു. ഞാനും മേയറും അദ്ദേഹം ഒരു എം.പിയും ആയി എന്നുള്ളതിൽ വിട്ട് ബാക്കി അതുമായി ബന്ധപ്പെട്ട് കെട്ടിച്ചമയ്ക്കുന്നതൊക്കെ രാഷ്ട്രീയ പ്രേരിതമാണ്. അദ്ദേഹത്തിൻ്റെ വികസന രംഗത്ത് ഇപ്പോൾ എം.എൽ.എ ഉണ്ട്, എം.പി ഉണ്ട്, മന്ത്രിമാരുണ്ട്. മറ്റേതൊക്കെ തരത്തിൽ നമുക്ക് ഫണ്ട് സ്വരൂപിക്കാവുമോ അതൊക്കെ സ്വരൂപിച്ചുകൊണ്ട് എൻ്റെ പ്രദേശം, എൻ്റെ ചുമതല മേയർ എന്നുള്ള നിലയ്ക്ക് എൻ്റെ ചുമതലയാണ് വികസനം കൊണ്ടുവരിക. അതിനൊരു രാഷ്ട്രീയ പ്രേരിതമായി കാണുന്നത് ശരിയല്ല. ഒരു സ്ഥാനാർത്ഥിക്ക് തൻ്റെ ചേംബറിൽ വരാൻ പാടില്ലെന്നുണ്ടോ എന്നും എം.പി.ആയി തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളെ ഹോട്ടലിൽ വെച്ച് കണ്ടാൽ മിണ്ടാൻ പാടില്ല എന്നുണ്ടോ എന്നും മേയർ ചോദിച്ചു. എൽ.ഡി.എഫിൻ്റെ പിന്തുണയോടെയാണ് താൻ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടത്. എൽ.ഡി.എഫിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ പിന്തുടരാൻ താൻ ബാധ്യസ്ഥനാണെന്നും അത് തുടരുക തന്നെ ചെയ്യുമെന്നും മേയർ പറഞ്ഞു. ഈ പറയുന്ന പോലെ വികസനത്തെക്കുറിച്ച് സംസാരിക്കാനുള്ള അവകാശമില്ലേ? അതിന് നിങ്ങളൊന്നും രാഷ്ട്രീയവൽക്കരിക്കുക. അതൊന്നും രാഷ്ട്രീയത്തിൻ്റെ ഭാഗമല്ല. ഞാൻ ഇടതുപക്ഷത്തിൻ്റെ കൂടെ തന്നെയാണ് നിൽക്കുന്നത്. ഇടതുപക്ഷം പറയുന്നത് അംഗീകരിച്ച് അതുമായി ചർച്ച ചെയ്ത് മുന്നോട്ട് പോകുക തന്നെയാണ് ഇതുവരെ ചെയ്തിട്ടുള്ളത്. ഇനിയും അങ്ങനെ തന്നെ ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വർഗീസ് കണ്ടംകുളത്തിയും പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ. കോർപ്പറേഷൻ മേയർ സ്ഥാനം രാജിവെക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ലെന്ന് എം.കെ. വർഗീസ്. സുരേഷ് ഗോപിയുടെ വിജയത്തിന് അനുകൂലമായി ഒന്നും പ്രവർത്തിച്ചിട്ടില്ലെന്ന് മേയർ എം.കെ. വർഗീസ് പറഞ്ഞു. ഇക്കാര്യത്തിൽ സിപിഐയുടെ നിലപാട് തെറ്റിദ്ധാരണ മൂലമാണ്. ബഹുമാനായ നമ്മുടെ സുനിൽകുമാറും ഞാനും നല്ല ബന്ധത്തിലാണ്. അതുപോലെ തന്നെ CPIയുമായി നല്ല ബന്ധത്തിലാണ് പോകുന്നത്. ഒപ്പം തന്നെ രാജ്യം മിനിസ്റ്ററായിട്ട് നല്ല ബന്ധത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ രാജ്യം മിനിസ്റ്ററിൽ കൂടിയാണ് നടത്തുന്നത്. കാരണം അദ്ദേഹം എല്ലാ കാര്യങ്ങളിലും എന്നെ സഹായിക്കാറുമുണ്ട്, ഇടപെടാറുമുണ്ട്. പക്ഷേ ഇദ്ദേഹത്തെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണോ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഇങ്ങനെ ഒരു സാഹചര്യത്തിനകത്ത് ഞാൻ ഇന്നേ വരെ അങ്ങനെ ഒരു വ്യൂ കണ്ടിട്ടില്ല. കാരണം എന്നെ CPM ആണ് എന്നെ ഈ പറയുന്ന LDFിലേക്ക് കൊണ്ടുവന്നത്. CPMന് വിപരീതമായി ഇന്നേ വരെ ഞാനൊന്നും ചെയ്തിട്ടില്ല. വോട്ടെണ്ണലിന് ശേഷം സുരേഷ് ഗോപിയെ തൃശൂരിലെ ഒരു ഹോട്ടലിൽ കണ്ടത് യാദൃശ്ചികമായാണ്. MP എന്ന നിലയിലാണ് അദ്ദേഹത്തോട് സംസാരിച്ചത്.
തന്നെ നിയന്ത്രിക്കുന്നത് CPM നയിക്കുന്ന ഇടതുമുന്നണിയാണ്. രാജിക്കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ലെന്നും മേയർ TCVയോട് പറഞ്ഞു. വൈറ്റ് പാലസിലുമായിട്ട് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിങ്ങിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തെ വണ്ടി കണ്ടു. അദ്ദേഹത്തെ മുഖം തിരിച്ചു പോകാൻ എനിക്കറിയില്ല, കാരണം അദ്ദേഹം നിയുക്ത MP ആണല്ലോ. അപ്പം അദ്ദേഹവുമായിട്ട് ഈ ഭാരത് ഹോട്ടലിൽ വെച്ച് ഒരു കുശലം പറഞ്ഞു എന്നതിൽ കവിഞ്ഞ് ഞങ്ങൾ തമ്മിൽ വേറൊരു ചർച്ചയുണ്ടായിട്ടില്ല. ഞങ്ങൾ മറ്റ് വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ല. പിന്നെ അദ്ദേഹത്തിൽ ഞങ്ങൾ ഈ പറഞ്ഞ MP ആയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ഞാൻ മേയർ എന്ന നിലയ്ക്ക് മാത്രമാണ് ഞാൻ അദ്ദേഹവുമായി ചർച്ച ചെയ്തിട്ടുള്ളത്. അതിനകത്ത് എനിക്ക് അങ്ങനെ ഒരു തെറ്റായിട്ടുള്ളത് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ എന്നെ നിയന്ത്രിക്കുന്നത് LDF ആണ്, അതിൽ പ്രത്യേകിച്ച് CPM ആണ്. ആ CPMനെ വിപരീതമായിട്ട് ഞാൻ ഇന്നവരെ ഒന്നും തന്നെ ചെയ്യില്ല. ഇപ്പോൾ രാജിവെക്കുമെന്ന് പറയുമ്പോൾ ഞാൻ രാജിവെക്കാനൊന്നും ഞാനിപ്പോൾ തൽക്കാലം ചിന്തിച്ചിട്ടില്ല. TCV തൃശൂർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയത്തെ തുടർന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയിലെ പൊട്ടിത്തെറി കൂടുതൽ രൂക്ഷമാകുന്നു. DCC ഓഫീസിലെ സംഘർഷത്തിന് തുടർച്ചയായി കോൺഗ്രസ് നേതാവും K മുരളീധരന്റെ അടുത്ത അനുയായിയുമായ സജീവൻ കുരിയച്ചെറിയുടെ വീടിന് നേരെ ആക്രമണമുണ്ടായി. സജീവൻ കുരിയച്ചെറിയുടെ കുരിയച്ചെറിയിലുള്ള തറവാട് വീടിന് നേരെയാണ് ആക്രമണം നടന്നത്. 2 ബൈക്കുകളിലെത്തിയ സംഘമാണ് ആക്രമണം നടത്തിയത്. വീടിന്റെ ജനൽ ചില്ലുകളും ചെടിച്ചട്ടികളും അക്രമികൾ എറിഞ്ഞു തകർത്തു. പരാതി നൽകാത്തതിനാൽ പോലീസ് കേസെടുത്തില്ല. കോൺഗ്രസിലെ ചേരിപ്പോര് അക്രമങ്ങളിലേക്ക് കടന്നതോടെ തൃശൂർ DCC ഓഫീസിൽ പോലീസ് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത DCC പ്രസിഡന്റും UDF ജില്ലാ ചെയർമാനും കഴിഞ്ഞ ദിവസം രാജിവെച്ചിരുന്നു. DCC പ്രസിഡന്റിന്റെ താൽക്കാലിക ചുമതല പാലക്കാട് MP VK ശ്രീകണ്ഠൻ അടുത്ത ദിവസം ഏറ്റെടുക്കും. അതേസമയം സജീവൻ കുരിയച്ചെറിയുടെ വീട് ആക്രമിച്ച സംഭവത്തിൽ അന്വേഷണം നടത്തി യഥാർത്ഥ പ്രതികളെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ പരാതി നൽകി. അനാവശ്യമായി തന്റെ പേര് അക്രമ സംഭവങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കുകയാണെന്ന് ജോസ് വള്ളൂർ ആരോപിച്ചു. ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നതോടെ മീൻ വില കുതിക്കുന്നു. മത്തിക്ക് കിലോ വില 300 മുതൽ 400 രൂപ വരെ എത്തി. 2 മാസത്തോളം നീളുന്ന ട്രോളിംഗ് നിരോധന കാലയളവിൽ പരമ്പരാഗത വള്ളങ്ങൾക്ക് മാത്രമാണ് കടലിൽ പോകാൻ അനുമതി. എന്നാൽ മത്സ്യലഭ്യത കുറവുണ്ടെന്ന് ഇവരും പറയുന്നു. 52 ദിവസം നീണ്ടു നിൽക്കുന്ന ട്രോളിംഗ് നിരോധനം ജൂലൈ 31-നാണ് അവസാനിക്കുക. വരും ദിവസങ്ങളിൽ മത്സ്യവില ഇനിയും ഉയരുമെന്ന് മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു. തൃശൂർ കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള സ്റ്റേഡിയം ഗ്രൌണ്ട് തകർന്നു വീണ ചുറ്റുമതിൽ ഉടൻ പുനർനിർമ്മിക്കുമെന്ന മേയറുടെ വാക്ക് പാഴ്വാക്കായി. നാളേറെയായിട്ടും ഗ്രൌണ്ടിലേക്ക് തിരിഞ്ഞു നോക്കാതെ കോർപ്പറേഷൻ അധികൃതരുടെ അവഗണനയെന്ന് പരാതി. തൃശൂർ രാമനിലയം റോഡിൽ ഇൻഡോർ സ്റ്റേഡിയത്തിന് മുന്നിലുള്ള ഗ്രൌണ്ടിന്റെ ചുറ്റുമതിലാണ് തകർന്നു വീണത്. പ്രളയകാലത്ത് തകർന്നു വീണ മതിൽ പുനർനിർമ്മിച്ച് ഗ്രൌണ്ട് സംരക്ഷിച്ച് നിലനിർത്താനുള്ള നടപടികളൊന്നും കോർപ്പറേഷൻ ഇനിയും കൈക്കൊണ്ടിട്ടില്ല. റോഡിനോട് ചേർന്നുള്ള മതിലിന്റെ ഭൂരിഭാഗവും ഇടിഞ്ഞു വീണെങ്കിലും കുറച്ചു ഭാഗം വീഴാതെ നിൽപ്പുണ്ട്. ഈ ഭാഗവും ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന നിലയിലാണ്. തകർന്നു വീണ ചുറ്റുമതിൽ അടിയന്തരമായി പുനർനിർമ്മിക്കുമെന്ന് മേയർ MK വർഗീസ് 1 വർഷം മുമ്പ് പറഞ്ഞിരുന്നുവെങ്കിലും ഇതുവരെയും വാഗ്ദാനം പാലിക്കപ്പെട്ടില്ല. മനോഹരമായി സംരക്ഷിച്ച് പരിപാലിക്കേണ്ട ഗ്രൗണ്ട് ഇന്ന് കുണ്ടും കുഴിയും നിറഞ്ഞ് സ്കൂൾ വാഹനങ്ങളുടെ പാർക്കിംഗ് സ്ഥലമായി മാറിയിരിക്കുകയാണ്. ഇരുട്ടിന്റെ മറവിൽ ഇവിടം സാമൂഹ്യ വിരുദ്ധരുടെ വിഹാരകേന്ദ്രം കൂടിയാണ്. ഗ്രൗണ്ടിന്റെ കവാടത്തോട് ചേർന്ന് പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന കൂറ്റൻ മരം ഏതു നിമിഷവും നിലംപതിക്കാവുന്ന വിധം അപകടാവസ്ഥയിലാണ്. ഈ മരം മുറിച്ചുമാറ്റി അപകട സാഹചര്യം ഒഴിവാക്കാനും ബന്ധപ്പെട്ടവർ തയ്യാറായിട്ടില്ല. നഗരഹൃദയത്തോട് ചേർന്നുള്ള ഗ്രൗണ്ടിനോട് കോർപ്പറേഷൻ അധികൃതർ കാണിക്കുന്ന അവഗണന എത്രയും വേഗം അവസാനിപ്പിച്ച് ഗ്രൗണ്ട് സംരക്ഷിച്ച് നിലനിർത്തണമെന്ന ആവശ്യം ശക്തമാണ്. TCV തൃശൂർ. ദേശീയപാത മുടിക്കോട് സർവീസ് റോഡിൽ തകരാറിലായ സ്വകാര്യ ബസിന് പുറകിൽ മിനി വാൻ ഇടിച്ച് ഡ്രൈവർ മരിച്ചു. തമിഴ്നാട് ഉക്കടം വഞ്ചിനഗർ സ്വദേശി 55 വയസ്സുള്ള കറുപ്പയ്യ സർവേയാണ് മരിച്ചത്. ചൊവ്വാഴ്ച പുലർച്ചെയായിരുന്നു അപകടം. കഴിഞ്ഞ ദിവസം വൈകിട്ട് ഗിയർ ബോക്സ് തകരാറിലായി ബസ് സർവീസ് റോഡിൽ നിർത്തിയിട്ടിരുന്നു. ഇതിന് പുറകിലാണ് തമിഴ്നാട്ടിലേക്ക് പൈനാപ്പിൾ കയറ്റി പോവുകയായിരുന്ന മിനി വാൻ ഇടിച്ചത്. സർവീസ് റോഡിലായതിനാൽ അപകടം നടന്ന വിവരം പ്രദേശവാസികളും മറ്റു വാഹന യാത്രക്കാരും അറിഞ്ഞിരുന്നില്ല. വാഹനത്തിനുള്ളിൽ കുടുങ്ങിയ ഡ്രൈവർ ചികിത്സ ലഭിക്കാതെയാണ് മരിച്ചത്. അതുവഴി ബൈക്കിൽ യാത്ര ചെയ്തിരുന്ന ആളാണ് PG പോലീസിൽ അപകട വിവരം അറിയിച്ചത്. തൃശൂരിൽ നിന്നും ഫയർഫോഴ്സ് സ്ഥലത്തെത്തി വാൻ വെട്ടിപ്പൊളിച്ചാണ് ഡ്രൈവറെ പുറത്തെടുത്തത്. അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മുടിക്കോട് ഗതാഗത പരിഷ്കരണം ഉള്ളതിനാൽ പ്രധാന റോഡിൽ നിന്നും സർവീസ് റോഡിലേക്ക് പ്രവേശിക്കുന്ന വാഹനങ്ങൾ 300 മീറ്ററിന് ശേഷം വീണ്ടും പ്രധാന റോഡിലേക്ക് പ്രവേശിക്കാതെ സർവീസ് റോഡ് വഴിയാണ് യാത്ര ചെയ്യുന്നത്.
മൂന്നാം മോദി സർക്കാരിലെ മന്ത്രിമാർ ചുമതലയേറ്റു. സുരേഷ് ഗോപി പെട്രോളിയം സഹമന്ത്രിയായാണ് ചുമതലയേറ്റത്. അവസരം നൽകിയ തൃശൂർക്കാരോട് നന്ദി അറിയിക്കുന്നുവെന്നും കേന്ദ്രമന്ത്രി സ്ഥാനം വലിയ ഉത്തരവാദിത്തമാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു. തുടർച്ചയും സ്ഥിരതയും ഉണ്ടാവണമെന്ന് മന്ത്രിമാരോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശിച്ചു. മാറ്റങ്ങൾ നടപ്പാക്കുന്ന മേഖലകളിൽ തടസ്സങ്ങൾ ഉണ്ടാകരുതെന്നും മന്ത്രിമാർക്ക് നിർദ്ദേശമുണ്ട്. തൃശൂർ ശക്തൻ സ്റ്റാൻഡിൽ കെഎസ്ആർടിസി ബസ്സിടിച്ച് തകർന്ന ശക്തൻ തമ്പുരാൻ പ്രതിമ പുനർനിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രതിമയുടെ ശില്പി പരിശോധനയ്ക്കെത്തി. 2012 ഈ പ്രതിമ നിർമ്മിച്ച ശില്പി തിരുവനന്തപുരം സ്വദേശി കുന്നുവിള മുരളിയാണ് തകർന്ന പ്രതിമ പരിശോധിക്കാനെത്തിയത്. വെങ്കലത്തിൽ നിർമ്മിച്ച പ്രതിമ കഷ്ണങ്ങളാക്കി കൊണ്ടുപോയി പാപ്പനംകോടുള്ള നിർമ്മാണ സ്ഥലത്ത് വെച്ച് വെൽഡ് ചെയ്ത് ചേർത്ത് 4 മാസത്തിനകം പുനർനിർമ്മിക്കാനാകുമെന്ന് ശില്പി പറഞ്ഞു. എല്ലാം കംപ്ലീറ്റ് അടിച്ച് ശരിയാക്കിയിരിക്കുകയാണ്. പ്രതിമ പൊളിച്ചു. പ്രതിമയുടെ അനാട്ടമി തന്നെ തെറ്റി ഇരിക്കുകയാണ്. ചരിവുണ്ട്, കൈ പൊട്ടലുണ്ട്. അപ്പം നമ്മൾ ഇത് പൊളിച്ച് ഒരു അനാട്ടമി അനുസരിച്ച് താഴെ നിന്ന് സെറ്റ് ചെയ്ത് കൊണ്ടുവരണം. ഇത് ഒരു 3-4 മാസം എടുക്കും. അത് ഇവിടെ വെച്ച് ചെയ്യാൻ പറ്റില്ല. എൻ്റെ ഫാക്ടറി ഇത് എല്ലാം റെഡി ആവുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് 2012 പ്രതിമ നിർമ്മിക്കുമ്പോൾ 35 ലക്ഷം രൂപ ചിലവായിരുന്നു. ഇപ്പോഴത് ഇരട്ടിയായേക്കുമെന്നും ശില്പി പറഞ്ഞു. പ്രതിമ പുനർനിർമ്മിക്കാനുള്ള ഔദ്യോഗിക നടപടിക്രമങ്ങൾ കൗൺസിലിന്റെ അംഗീകാരത്തോടെ ഉടൻ പൂർത്തിയാക്കുമെന്ന് മേയർ MK വർഗീസ് പറഞ്ഞു. എല്ലാവിധ സഹായങ്ങളും KSRTCയുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്നുള്ള ഉറപ്പ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായാണ് ഇതിൻ്റെ ജനറൽ മാനേജരും മറ്റും ഇവിടുത്തെ ഡിപ്പോൻ്റെ ഉദ്യോഗസ്ഥരൊക്കെ കൂടി വന്നു. അങ്ങനെ ഞങ്ങൾ ഇതുമായി ചർച്ച ചെയ്തു. ആ ചർച്ചയുടെ വെളിച്ചത്തിൽ നമ്മൾ ഇദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ട്, വളരെ അടിയന്തരമായി തന്നെ ഇത് പൂർത്തീകരിക്കണം. കാരണം ശക്തനില്ലാത്ത തൃശ്ശൂരിനെ ഞങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ ആസ് ഏർലി ആസ് പോസിബിൾ എത്രയും പെട്ടെന്ന് ഇത് ഇവിടെ നിലനിർത്തി കൊണ്ടുപോകാവുന്ന ഒരു ധാരണയിലാണ് നമ്മളിപ്പോൾ ഇവിടുന്ന് പിരിയുന്നത്. പ്രതിമയുടെ പുനർനിർമ്മാണത്തിന് എത്രയും വേഗം നടപടി സ്വീകരിക്കാൻ ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ നിർദ്ദേശിച്ചത് പ്രകാരമാണ് ശില്പിയെ തിരുവനന്തപുരത്ത് നിന്ന് കൊണ്ടുവന്നത്. തുടർ നടപടിക്ക് ഒട്ടും കാലതാമസം ഉണ്ടാകില്ലെന്ന് KSRTC ജനറൽ മാനേജർ ജോഷുവ ബെന്നറ്റ് ജോൺ പറഞ്ഞു. ഗതാഗത മന്ത്രിയായിട്ടുള്ള ഗണേഷ് കുമാർ സാർ വളരെ വേഗത്തിലാണ് ഇതിനകത്ത് ഇടപെട്ടിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് ശില്പിയെ കൊണ്ടുവന്ന് ഇത് കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ശില്പിയായിട്ട് എത്രയും പെട്ടെന്ന് വന്നതാണ്. KSRTC പൂർണ്ണമായ പിന്തുണ കോർപ്പറേഷന് ഈ കാര്യത്തിൽ കൊടുക്കും എന്ന് ഗണേഷ് കുമാർ മിനിസ്റ്റർ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ പ്രഖ്യാപനത്തോട്, ആ പ്രോമിസിനോട് KSRTC കൂറ് പുലർത്തും. കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വർഗീസ് കണ്ണംകുളത്തി, DTO T ഉബൈദ്, കോർപ്പറേഷൻ KSRTC ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും സ്ഥലത്തെത്തിയിരുന്നു. TCB ന്യൂസ്, തൃശൂർ. പണയം വെച്ച സ്വർണം തിരികെ നൽകാതെ ഇടപാടുകാരെ കബളിപ്പിച്ച ധനകാര്യ സ്ഥാപന ഉടമയെ കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. പണിക്കശ്ശേരി ഫൈനാൻസ് എന്ന ധനകാര്യ സ്ഥാപനത്തിന്റെ ഉടമ എറിയാട് മഞ്ഞളിപ്പിള്ളി സ്വദേശി പണിക്കശ്ശേരി നാസറിനെയാണ് സർക്കിൾ ഇൻസ്പെക്ടർ M ശശിധരനും സംഘവും അറസ്റ്റ് ചെയ്തത്. പടിഞ്ഞാറ വെമ്പല്ലൂർ കല്ലായി വീട്ടിൽ വീണയുടെ പരാതിയെ തുടർന്ന് അന്വേഷണം നടത്തുന്നതിനിടയിൽ ഇയാൾ ഒളിവിൽ പോവുകയായിരുന്നു. തുടർന്ന് പോലീസ് ഇയാൾക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. ഇതിനിടെ വിദേശത്തേക്ക് കടക്കാൻ ശ്രമിച്ച പ്രതിയെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വെച്ച് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. നിരവധി പേർ ഇത്തരത്തിൽ തട്ടിപ്പിനിരയായിട്ടുണ്ട്. SIമാരായ സാജിനി, ജഗദീഷ്, CPO വിഷ്ണു, അനസ് എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. തൃശൂർ, പാലക്കാട് ജില്ലകളിലെ CNG ട്രക്ക് ഡ്രൈവർമാർ മിന്നൽ പണിമുടക്ക് നടത്തുന്നു. ശമ്പളം മുടങ്ങിയതിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്ക്. പണിമുടക്കിനെ തുടർന്ന് തൃശൂരിൽ CNG വിതരണം പ്രതിസന്ധിയിലായി. ശമ്പളം കിട്ടുന്നതുവരെ പണിമുടക്ക് തുടരുമെന്ന് ഡ്രൈവർമാർ അറിയിച്ചു. റോഡുകൾ സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ബസ് ഉടമകളും തൊഴിലാളി സംഘടനകളും ജൂൺ 25 മുതൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന അനിശ്ചിതകാല പണിമുടക്ക് ജൂൺ 26ലേക്ക് മാറ്റിവെച്ചതായി ബസ് ഉടമ തൊഴിലാളി സംയുക്ത സമരസമിതി ഭാരവാഹികൾ അറിയിച്ചു. കോഴിക്കോട് കുറ്റിപ്പുറം തൃശൂർ റോഡ്, തൃശൂർ കൊടുങ്ങല്ലൂർ റോഡ് എന്നിവ കോൺക്രീറ്റ് ചെയ്യുന്ന പണികൾ പൂർത്തിയാക്കാത്തതിനാൽ ബസ്സുകളുടെ ട്രിപ്പുകൾ കൃത്യസമയത്ത് പൂർത്തീകരിക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. ബസ്സുകൾ വഴിതിരിച്ചുവിടുന്നത് മൂലം വൻ സാമ്പത്തിക ബാധ്യതയാണ് ബസ് ഉടമകൾക്കുണ്ടാകുന്നത്. കൊടുങ്ങല്ലൂർ തൃശൂർ റോഡ് കോൺക്രീറ്റിംഗ് പൂർത്തീകരിക്കുന്നതിലെ കാലതാമസവും വൻ സാമ്പത്തിക നഷ്ടവും ഒഴിവാക്കാൻ കോൺക്രീറ്റിംഗ് ഉപേക്ഷിച്ച് മെക്കാഡൻ ടാറിംഗ് ചെയ്ത് റോഡ് എത്രയും പെട്ടെന്ന് സഞ്ചാരയോഗ്യമാക്കണമെന്ന് ഇവർ ആവശ്യപ്പെട്ടു.
ജൂൺ 25 മുൻപ് റോഡുകൾ ഗതാഗത യോഗ്യമാക്കാൻ ഡെപ്യൂട്ടി കളക്ടർ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ജൂൺ 20 നടത്താൻ നിശ്ചയിച്ചിരുന്ന സൂചനാ പണിമുടക്ക് പിൻവലിച്ചതായും സംയുക്ത സമര സമിതി ഭാരവാഹികൾ അറിയിച്ചു. റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന ആവശ്യവുമായി ബസ് തൊഴിലാളികൾ പ്രൈവറ്റ് ബസ് എംപ്ലോയീസ് യൂണിയൻ INTUC കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി. INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി ഉദ്ഘാടനം ചെയ്തു. VM ഷംസുദ്ദീൻ അധ്യക്ഷനായിരുന്നു. AR ബാബു, AT ജോസ്, MS ശിവദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ശക്തൻ ബസ് സ്റ്റാൻഡിലെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്ന് സംഘടന ആവശ്യപ്പെട്ടു. പുത്തൂർ മരോട്ടിച്ചാലിൽ കഴിഞ്ഞ ദിവസം ആടിനെ കൊന്നത് പുലിയെന്ന് സ്ഥിരീകരിച്ച് വനം വകുപ്പ്. മരോട്ടിച്ചാൽ സ്വദേശി നിലിക്കാക്കുടിയിൽ ചാക്കപ്പന്റെ വീട്ടിലെ ആടിനെയാണ് ശനിയാഴ്ച രാത്രി പുലി ആക്രമിച്ചു കൊന്നത്. വാർഡംഗം അരോഷിന്റെ നേതൃത്വത്തിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുകയായിരുന്നു. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിലാണ് പുലിയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയത്. ഇതോടെ ആടിനെ കൊലപ്പെടുത്തിയത് പുലിയാണെന്ന് വനം വകുപ്പും സ്ഥിരീകരിച്ചു. മുരിക്കുംപാറ, ഇളംപാറ പ്രദേശത്ത് തിങ്കളാഴ്ച വൈകിട്ട് പുലിയെ കണ്ടതായും നാട്ടുകാർ പറഞ്ഞു. എന്നാൽ ഇവിടെ കണ്ടത് പുലിയല്ലെന്നും കാട്ടുപൂച്ചയാണെന്നും വനം വകുപ്പ് വ്യക്തമാക്കി. അതേസമയം മരോട്ടിച്ചാലിൽ കഴിഞ്ഞ ദിവസം ആടിനെ കൊലപ്പെടുത്തിയ സ്ഥലത്തിന് സമീപത്തായി വീണ്ടും പുലിയെ കണ്ടതായി നാട്ടുകാർ പറഞ്ഞു. തൃശൂർ തിരുഹൃദയ ലത്തീൻ പള്ളിയിലെ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുനാളിന് ഭക്തി നിർഭരമായ തുടക്കം. കോട്ടപ്പുറം രൂപതാ ബിഷപ്പ് മാർ ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ ഊട്ടുസദ്യയുടെ ആശീർവാദം നടത്തി. തിരുനാൾ ദിവ്യബലിക്ക് ബിഷപ്പ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ബിബിൻ ചൂതാംപറമ്പിൽ തിരുനാൾ സന്ദേശം നൽകി. ദിവ്യബലിക്ക് ശേഷം വിശുദ്ധ അന്തോണീസിന്റെ പ്രതിഷ്ഠാരൂപം വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണം നടന്നു. പാവറട്ടി വിജയന്റെ നേതൃത്വത്തിൽ 50ഓളം പാചക വിദഗ്ധർ ചേർന്ന് 2 ലക്ഷത്തോളം ഭക്തജനങ്ങൾക്കായാണ് ഊട്ടുനേർച്ച ഒരുക്കിയത്. നേർച്ച സദ്യയ്ക്ക് വൻ തിരക്ക് അനുഭവപ്പെട്ടു. പോലീസും സന്നദ്ധ പ്രവർത്തകരും ചേർന്നാണ് തിരക്ക് നിയന്ത്രിച്ചത്. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിലായി ദുരന്ത നിവാരണ അതോറിറ്റി സൈറണുകൾ മുഴങ്ങി. പ്രകൃതി ദുരന്തങ്ങളുണ്ടാകുന്ന സാഹചര്യത്തിൽ മുന്നറിയിപ്പ് നൽകുന്നതിനായാണ് 11 മണി മുതൽ പരീക്ഷണാർത്ഥം സൈറണുകൾ മുഴക്കിയത്. കവചം എന്ന പേരിൽ 85 സ്ഥലങ്ങളിലാണ് സൈറണുകൾ ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിച്ചിരുന്നത്. ഇതിനു പുറമെ ഫ്ളാഷ് ലൈറ്റുകളും സ്ഥാപിക്കുന്നുണ്ട്. മൊബൈൽ ടവറുകളിലും സർക്കാർ കെട്ടിടങ്ങളിലും സൈറണുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. സംസ്ഥാന കൺട്രോൾ റൂമുകൾക്ക് പുറമെ പ്രാദേശിക ഭരണകൂടങ്ങൾക്കും ഇതിലൂടെ അപായ മുന്നറിയിപ്പുകൾ നൽകാൻ സാധിക്കും. ചാലക്കുടി പരിയാരം കടവിൽ കാണാതായ വീട്ടമ്മയുടെ മൃതദേഹം അന്നമനടയിൽ പുഴയിൽ കണ്ടെത്തി. പരിയാരം പാറയ്ക്ക് വീട്ടിൽ ഷൈജുവിന്റെ ഭാര്യ 50 വയസ്സുള്ള സുജയാണ് മരിച്ചത്. തിങ്കളാഴ്ച രാത്രി ഇവരെ വീട്ടിൽ നിന്നും കാണാതായിരുന്നു. ചൊവ്വാഴ്ച രാവിലെ സുജയുടെ ചെരുപ്പ് ചാലക്കുടി പുഴയുടെ പരിയാരം മുഴിക്കക്കടവിൽ കണ്ടെത്തിയിരുന്നു. ചാലക്കുടി ഫയർഫോഴ്സ് വ്യാപകമായ തിരച്ചിൽ നടത്തിയെങ്കിലും പ്രയോജനമുണ്ടായില്ല. ഇതിനിടെ അന്നമനട പാലത്തിന് സമീപം മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. കടപ്പുറം പഞ്ചായത്തിലെ അഞ്ചങ്ങാടി വളവിൽ അടിയന്തരമായി കടൽഭിത്തി നിർമ്മിക്കുന്നതിന് 24 ലക്ഷം രൂപ അനുവദിച്ച് ഉത്തരവായി. കടൽക്ഷോഭം മൂലം അഞ്ചങ്ങാടി വളവിലെ കെട്ടിടം അപകടാവസ്ഥയിലാണെന്നും അടിയന്തരമായി ഇടപെടണമെന്നും ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനോട് NK അക്ബർ MLA ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ഫണ്ട് അനുവദിച്ച് ഉത്തരവായത്. നിർമ്മാണ നടപടികൾ ഉടൻ ആരംഭിക്കുമെന്ന് MLA അറിയിച്ചു. കൂർക്ക കൃഷിക്ക് പേരുകേട്ട തലപ്പിള്ളി താലൂക്കിലെ കർഷകർ ഇക്കുറിയും നല്ല ഇനം കൂർക്ക വിളയിക്കാനുള്ള ശ്രമത്തിലാണ്. വരവൂർ, ചിറ്റണ്ട, കുണ്ടന്നൂർ, തളി, പാർലിക്കാട്, മുണ്ടത്തിക്കോട് എന്നീ പ്രദേശങ്ങളാണ് കൂർക്ക കൃഷിയുടെ പ്രധാന വിളയിടങ്ങൾ. മിണാലൂരിൽ ഇത്തവണ ഏക്കർ കണക്കിന് സ്ഥലത്താണ് കർഷകർ കൃഷിയിറക്കിയത്. വനിതകൾ ഉൾപ്പെടെ നിരവധി പേർക്ക് ഈ സീസണിൽ കൂർക്ക കൃഷിയിലൂടെ തൊഴിലും ഉറപ്പാക്കുന്നു. സെപ്റ്റംബർ അവസാന വാരത്തോടെ വിളവെടുക്കുന്ന കൃഷിക്ക് നടീൽ മുതൽ വിളവെടുപ്പ് വരെയുള്ള പ്രവൃത്തികൾക്ക് വൻ തുക ചിലവ് വരും. കാലാവസ്ഥ അനുകൂലമാവുകയും കാട്ടുപന്നി ശല്യം ഉൾപ്പെടെയുള്ള പ്രതികൂല സാഹചര്യങ്ങൾ ഒഴിഞ്ഞു നിൽക്കുകയും ചെയ്താൽ കൃഷി ലാഭകരമാണെന്നാണ് കർഷകർ പറയുന്നത്. 2018 പ്രളയകാലത്ത് മാത്രമാണ് കൂർക്ക കൃഷിക്കാർക്ക് വലിയ തിരിച്ചടി ഉണ്ടായത്. അതൊഴിച്ചാൽ കൃഷിക്കാലം മികച്ച വരുമാനത്തിൻ്റേത് കൂടിയാണ്. വിളവെടുക്കുന്ന കൂർക്ക മൊത്തമായും പ്രാദേശികമായി ചില്ലറയായും വിറ്റഴിക്കുന്നതാണ് രീതി. കൃഷിക്കാർക്ക് വളരെ നേരത്തെ കൃഷിക്ക് ആവശ്യമായ പണം നൽകി വിളവെടുപ്പ് കാലത്ത് കൂർക്ക മൊത്തമായി ശേഖരിക്കുന്ന ഇതര സംസ്ഥാനക്കാരും സജീവമാണ്. ഏക്കർ കണക്കിന് ഭൂമിയിൽ കൂർക്ക കൃഷി പച്ചയണിഞ്ഞ് നിൽക്കുന്നത് കാണാനും ഏറെ ചന്തമാണ്. TCV ന്യൂസ്, വടക്കാഞ്ചേരി.
KSRTC ജീവനക്കാരന്റെ ശമ്പളത്തിൽ നിന്നും റിക്കവറി ഇനത്തിൽ ഈടാക്കിയ മുഴുവൻ തുകയും ബന്ധപ്പെട്ട സൊസൈറ്റികളിൽ 1 മാസത്തിനകം അടയ്ക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. തൃശൂർ KSRTCയിൽ ഇൻസ്പെക്ടറായി ജോലി ചെയ്യുന്ന CP വേണുവിന്റെ ശമ്പളത്തിൽ നിന്നും 2017 ജൂൺ മുതൽ 2023 ഫെബ്രുവരി വരെ ലോൺ റിക്കവറിയായി ഈടാക്കിയ 6,90,230 രൂപ സൊസൈറ്റികളിലേക്ക് കൈമാറിയിട്ടില്ലെന്നാരോപിച്ച് ഭാര്യ ഗിൽന വേണു സമർപ്പിച്ച പരാതിയിലാണ് നടപടി. തുക കൈമാറാത്തത് കാരണം വീട് ജപ്തി ഭീഷണിയിലാണെന്നും പരാതിയിൽ പറയുന്നു. കമ്മീഷനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയുള്ള KSRTC ഉദ്യോഗസ്ഥർ ശ്രമം നടത്തിയതായി കമ്മീഷൻ ഉത്തരവിൽ നിരീക്ഷിച്ചു. KSRTC കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നതെന്നും ഫണ്ടിന്റെ ലഭ്യതയ്ക്കനുസരിച്ച് സൊസൈറ്റികളുടെ കുടിശ്ശിക ഒടുക്കുമെന്നും KSRTC നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. കുന്നംകുളം ചെറുവത്താനി സ്വദേശിയുടേത് കൊലപാതകമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കഴുത്തിലെ ഞരമ്പിനേറ്റ ക്ഷതമാണ് മരണകാരണം. സുഹൃത്തുക്കളുമായുണ്ടായ സംഘട്ടനത്തിനിടെ കഴുത്തിലെ ഞരമ്പിനേറ്റ ക്ഷതമാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടെന്ന് പോലീസ് പറഞ്ഞു. ചെറുവത്താനി വലിയ പറമ്പ് അമ്മാട്ട് രവീന്ദ്രന്റെയും രത്നയുടെയും മകൻ 26 വയസ്സുള്ള വിഷ്ണുവാണ് മരിച്ചത്. സംഭവത്തിൽ സുഹൃത്തുക്കളായ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. വടുതല ഉള്ളിശ്ശേരി ചുങ്കത്ത് ശ്രീശാന്ത്, ചെറുവത്താനി പൊലിയത്ത് വീട്ടിൽ ഷിജിത്ത്, ചെറുവത്താനി മൂർത്താട്ടിൽ വിഷ്ണുരാജ് എന്നിവർക്കെതിരെ പോലീസ് കൊലപാതക കുറ്റം ചുമത്തി. വിഷ്ണുവിന്റെ ശരീരത്തിലെ പല ഭാഗങ്ങളിലും പരുക്കുകളുണ്ടായിരുന്നു. ബൈക്കിൽ നിന്ന് വീണ് പരിക്കേറ്റതായി പറഞ്ഞ് ബൈക്കിലിരുത്തിയാണ് പ്രതികൾ ഞായറാഴ്ച രാത്രി വിഷ്ണുവിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത്. ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുൻപ് തന്നെ വിഷ്ണു മരിച്ചതായി ഡോക്ടർ സ്ഥിരീകരിച്ചു. നാട്ടിൽ ഫാബ്രിക്കേഷൻ പണി ചെയ്യുന്ന ആനപ്രേമിയായ വിഷ്ണു ആനത്തറയിൽ ഇടയ്ക്കിടെ എത്താറുണ്ട്. ഇവിടുത്തെ CCTV ദൃശ്യങ്ങൾ അന്വേഷണ സംഘം പരിശോധിച്ചു. പ്രതികളിൽ ഒരാളായ വിഷ്ണുരാജും മരിച്ച വിഷ്ണുവും തമ്മിൽ മുൻപ് വഴക്കുണ്ടായിരുന്നതായും പറയുന്നു. TCV ന്യൂസ്, കുന്നംകുളം. ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡ് AKP റോഡിലെ അപകട കുഴിയിൽ വീണ് യാത്രികർക്ക് പരിക്കേൽക്കുന്നു. ബസ് സ്റ്റാൻഡിലേക്ക് ബസ്സുകൾ വരുന്ന പ്രധാന റോഡിലാണ് അപകടകരമായ രീതിയിൽ കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നത്. വർഷങ്ങളായി എല്ലാ മഴക്കാലത്തും ഇവിടെ ഇത്തരത്തിൽ കുഴികൾ രൂപപ്പെടാറുണ്ട്. അധികൃതർ കുഴിയടയ്ക്കൽ നടത്താറുണ്ടെങ്കിലും പ്രഹസനമാവുകയാണ്. രാത്രികാലങ്ങളിൽ ഇരുചക്ര വാഹനങ്ങളിൽ എത്തുന്നവരാണ് മിക്കവാറും അപകടത്തിൽപ്പെടാറുള്ളത്. സമീപത്തെ കാനകൾ ശരിയായ രീതിയിൽ വൃത്തിയാക്കാത്തതുമൂലം റോഡിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതും പ്രദേശത്ത് കുഴി രൂപപ്പെടുന്നതിന് കാരണമാകുന്നു. അപകട കുഴികൾ ശാസ്ത്രീയമായ രീതിയിൽ അടച്ച് സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന് യാത്രികർ ആവശ്യപ്പെട്ടു. കൊടകര ദേശീയപാതയിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് പുറകിൽ മറ്റൊരു കാറിടിച്ച് യാത്രക്കാർക്ക് പരിക്കേറ്റു. കൊടകര അഴകം റോഡിന് സമീപം വൃന്ദാവൻ ജംഗ്ഷനിലാണ് അപകടം. ചാലക്കുടി ഭാഗത്തേക്ക് പോയിരുന്ന കാറിന് പുറകിലാണ് ഇതേ ദിശയിൽ വന്നിരുന്ന മറ്റൊരു കാർ ഇടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ കാർ മീഡിയന് മുകളിലൂടെ തൃശൂർ ഭാഗത്തേക്കുള്ള റോഡിലേക്ക് മറിയുകയായിരുന്നു. കൊടകര പോലീസ് സ്ഥലത്തെത്തി ഗതാഗത തടസ്സം ഒഴിവാക്കി. പ്രളയത്തെ തുടർന്ന് കുറുമാലിപ്പുഴയിൽ രൂപപ്പെട്ട മൺതുരുത്ത് നീക്കം ചെയ്ത് തുടങ്ങി. നാട്ടുകാരുടെ വർഷങ്ങളായുള്ള ആവശ്യമാണ് ഇതോടെ യാഥാർത്ഥ്യമാകുന്നത്. കുറുമാലിപ്പുഴയുടെ പ്ലായിലപ്പാറ ഭാഗത്ത് 2018 പ്രളയത്തിൽ വൻതോതിൽ മണ്ണും മരങ്ങളും അടിഞ്ഞുകൂടിയാണ് കൂറ്റൻ മൺതിട്ട രൂപപ്പെട്ടത്. ഇതിനെ തുടർന്ന് അടുത്ത 2 വർഷങ്ങളിലും സമീപ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടുണ്ടാവുകയും വീടുകൾ വെള്ളത്തിലാവുകയും ചെയ്തിരുന്നു. മണ്ണടിഞ്ഞുകൂടുന്നത് തുടർന്നതോടെ മൺതിട്ടയുടെ വിസ്തൃതിയും കൂടി. മൺതിട്ട വളർന്നതോടെ കാലവർഷം ശക്തമാകുമ്പോൾ പുഴ ഗതിമാറി ഒഴുകി കരയെടുക്കുന്നതും പതിവായി. ഇതോടെ മഴ ശക്തമായാൽ സമീപവാസികൾ വീടൊഴിഞ്ഞു പോകേണ്ട സ്ഥിതിയിലായിരുന്നു. പരാതിയിൽ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ട കളക്ടർ അടിയന്തരമായി മൺതിട്ട നീക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. 2019 പൊതുപ്രവർത്തകനായ KG രവീന്ദ്രനാഥ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ പരാതി നൽകിയിരുന്നു. 1 ലക്ഷം രൂപ ഇറിഗേഷൻ വകുപ്പ് ഇത് നീക്കം ചെയ്യാനായിട്ട് അനുവദിക്കുകയും ഇപ്പോൾ ഇനി ഇത് ഇവിടെ നിന്ന് ശേഷം പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ പരിസരവാസികൾക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാൻ യാതൊരു പേടി ഉണ്ടാവില്ല. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ ബന്ധപ്പെട്ട കളക്ടർക്കും അതുപോലെ തന്നെ ഇറിഗേഷൻ ഉദ്യോഗസ്ഥന്മാരോടും നന്ദി പറയുന്നു. ഇതിനെ തുടർന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വനം, റവന്യൂ, തദ്ദേശ സ്വയംഭരണ വകുപ്പുകൾക്ക് നടപടിയെടുക്കാൻ നിർദ്ദേശമെത്തി. പ്രശ്നത്തിൽ ജില്ലാ ഭരണകൂടവും മനുഷ്യാവകാശ കമ്മീഷനും ഇടപെട്ടിരുന്നു. തുടർന്നാണ് യന്ത്ര സംവിധാനങ്ങളോടെ പുഴയിലെ മാലിന്യങ്ങളും പ്ലായിലപ്പാറയിലെ മൺതിട്ടയും നീക്കം ചെയ്യൽ ആരംഭിച്ചത്. TCV ന്യൂസ്, പുതുക്കാട്. കടുത്ത പനിയെ തുടർന്ന് തലച്ചോറിൽ അണുബാധയേറ്റ് കൊച്ചി അമൃത ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ കഴിയുന്ന വെങ്ങിനിശ്ശേരി സ്വദേശിയായ 16-കാരിക്കു വേണ്ടി കുടുംബം സുമനസ്സുകളുടെ ചികിത്സാ സഹായം തേടുന്നു. പാറളം പഞ്ചായത്ത് 5-ാം വാർഡിൽ താമസിക്കുന്ന പറവത്ത് വീട്ടിൽ ശ്യാം, രാജി ദമ്പതികളുടെ മകളായ
അമൃതയ്ക്ക് വേണ്ടിയാണ് ചികിത്സാ സഹായം തേടുന്നത്. വെന്റിലേറ്ററിൽ തുടർന്നുള്ള അടിയന്തര ചികിത്സയ്ക്ക് വേണ്ടി വരുന്ന വലിയ തുക കണ്ടെത്താൻ മാർഗമില്ലാതെ പ്രതിസന്ധിയിലാണ് ഈ കുടുംബം. ഇവരെ സഹായിക്കാനായി കുട്ടിയുടെ അമ്മ രാജിയുടെ പേരിൽ ധനലക്ഷ്മി ബാങ്കിന്റെ പാലക്കൽ ശാഖയിലുള്ള അക്കൗണ്ട് നമ്പറിലേക്ക് ചികിത്സാ സഹായധനം അയക്കാവുന്നതാണെന്ന് പാർലം പഞ്ചായത്ത് 5-ാം വാർഡ് അംഗം CR ശ്രീജിത്ത് അറിയിച്ചു. TCV ന്യൂസ്, തൃശൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ കോർപ്പറേഷൻ മേയറെ മാറ്റണമെന്ന ആവശ്യവുമായി CPI. മേയർ സുരേഷ് ഗോപി ബന്ധത്തിൽ CPIക്ക് അതൃപ്തി. MK വർഗീസിനെ ജില്ലാ ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തി CPM. ജനപ്രതിനിധികളോട് സംസാരിക്കുന്നതിൽ രാഷ്ട്രീയം കാണരുതെന്ന് മേയർ MK വർഗീസ്. വികസനം കൊണ്ടുവരികയെന്നതാണ് മേയർ എന്ന നിലയിൽ ചുമതല. മേയർ സ്ഥാനം രാജിവെക്കേണ്ട സാഹചര്യമില്ലെന്നും MK വർഗീസ്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയിലെ വിഭാഗീയത അവസാനിക്കുന്നില്ല. DCC ജനറൽ സെക്രട്ടറി സജീവൻ കുര്യച്ചിറയുടെ വീടിന് നേരെ ആക്രമണം. വീട് ആക്രമിച്ച യഥാർത്ഥ പ്രതികളെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. DCC ഓഫീസിൽ ക്യാമ്പ് ചെയ്ത് പോലീസ്. ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നതോടെ മീൻ വില കുതിക്കുന്നു. മത്സ്യലഭ്യത കുറവുണ്ടെന്ന് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ. മത്തിക്ക് വില കിലോവിന് 300 മുതൽ 400 രൂപ വരെ എത്തി. തൃശൂർ കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള സ്റ്റേഡിയം ഗ്രൗണ്ടിനോട് കോർപ്പറേഷന് അവഗണന. തകർന്നു വീണ ചുറ്റുമതിൽ പുനർനിർമ്മിച്ചില്ല. രാത്രിയിൽ സാമൂഹ്യവിരുദ്ധരുടെ വിഹാര കേന്ദ്രമായി സ്റ്റേഡിയം ഗ്രൗണ്ട്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.